പ്രിയമുള്ളവരെ, ജീവിതത്തിന് അർത്ഥവും വിജയവും കണ്ടെത്തിയവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ചില കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളെ അനുഗ്രഹിക്കുന്നവരെക്കാൾ അസൂയപ്പെടുന്നവരായിരിക്കും അധികം. ഇനി നമ്മളെ അനുകൂലിക്കുന്നവരെക്കാൾ അപമാനിക്കുന്നവരായിരിക്കും അധികം. ഹല്ലേലൂയ. ഇതൊരു ഒരു തത്വം പോലെയാണ്. അനുഗ്രഹിക്കുന്നവരെക്കാൾ അസൂയപ്പെടുന്ന ആളുകൾ അധികം കാണും, അനുകൂലിക്കുന്നവരെക്കാൾ അപമാനിക്കുന്നവരധികം കാണും. പക്ഷേ ആ ഒരു തത്വം തിരിച്ചറിഞ്ഞവര് അതിജീവിച്ചു പോകും. അല്ലാത്തവരെ സംബന്ധിച്ച് അവർ നിരാശപ്പെടും, മുൻപോട്ട് പോകാനുള്ള ധൈര്യമില്ലാതെ വരും. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് നൽകിയ ആലോചന യോസേഫുമായി ബന്ധപ്പെട്ട്, യോസേഫിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വചനമാണ്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെയിരുന്നു, സകല സങ്കടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. മിസ്രൈം രാജാവായ ഫറവോന്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രൈമിനും തന്റെ സർവഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. ഗോത്രപിതാക്കന്മാരായ യോസേഫിന്റെ സഹോദരന്മാർ, യാക്കോബിന്റെ മറ്റു മക്കൾ അവനോട് അസൂയപ്പെടുകയാണ്. എന്തിനാണ് ഈ യോസേഫിനോട് അസൂയപ്പെടുന്നത്? അദ്ദേഹം ഒരു ദർശനം കണ്ടതിന് മാത്രം പേരിൽ. ദർശനം കണ്ടത് മാത്രമല്ല, അദ്ദേഹം കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അത് നിമിത്തം തന്നെ തന്റെ സഹോദരന്മാരെ ഒത്തിരി സ്നേഹിക്കുകയും ചെയ്തു. സഹോദരന്മാരുടെ ക്ഷേമം അറിയാനും അവർക്ക് ആഹാരം കൊടുക്കാനും പോയ ആളെ അവർ നിർദാക്ഷിണ്യം പൊട്ടക്കണറ്റിൽ അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലാനായി തീരുമാനിക്കുക. ഒടുവിൽ അതുകൊണ്ട് അവർക്ക് മെച്ചം കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ എടുത്ത് അടിമയെ പോലെ വിറ്റുകളെ പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിൽ ഈ കാര്യങ്ങൾ സ്തേഫാനോസ് വെളിപ്പാടിൽ പറയുമ്പോൾ ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയായിരുന്നതിന്റെ പിന്നിൽ. അപ്പൊ അസൂയപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഒരാളെ നോക്കി ബാക്കി 11 പേരും അസൂയപ്പെടുക. അത് എല്ലായിടത്തും ഉണ്ടാകും. അപ്പൊ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഒരാൾ അഭിവൃദ്ധിപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, ഒരാൾ നിങ്ങളോട് അനുകൂലമായി സംസാരിക്കുമ്പോൾ ബാക്കി 11 പേര് എങ്കിലും നിങ്ങളോട് അസൂയപ്പെടുന്നവരുണ്ടാകും. ചിലർ വർത്തമാനം പറയല, ചിലർ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ ചിരിച്ചു കാണിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള നല്ല വാക്കുകളൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ മനസ്സിനകത്ത് നാം ചിന്തിക്കുന്ന കാര്യം ആയിരിക്കണമെന്നില്ല. ഞാൻ ഈ പറയുന്ന എല്ലാവരും സംശയത്തോടെ വീക്ഷിക്കണം എന്നുള്ളതല്ല. പക്ഷേ മറ്റുള്ള ആരെങ്കിലുമൊക്കെ അസൂയപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഹല്ലേലൂയ. കാരണം നിങ്ങളെ അനുഗ്രഹിക്കുന്നവർ ചുരുക്കമാണ്, അസൂയപ്പെടുന്നവർ അധികമാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ചുരുക്കമായതുകൊണ്ടും അസൂയപ്പെടുന്നവർ അധികമായതുകൊണ്ടും നിങ്ങളുടെ അനുഗ്രഹം നഷ്ടമാകില്ല. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരെങ്കിൽ, ദൈവഭയമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം നഷ്ടമാകില്ല. യോസേഫ് അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് മുറുകെ പിടിച്ചത്. അസൂയപ്പെടുന്നവർ പറയുന്ന വാക്കോ അവർ കാണിക്കുന്ന ക്രിയയോ അവനോട് ചെയ്ത ദോഷമോ അവൻ മനസ്സിൽ കരുതിയില്ല. അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിക്കുക. പോത്തിഫറിന്റെ ഭാര്യ അവനെ അപമാനിച്ചു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യ അപമാനിച്ചപ്പോൾ അവന് കിട്ടിയത് ജയിലാണ്. അതുകൊണ്ട് അവന്റെ ജീവിതം അവസാനിച്ചില്ല. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഒരു കൂട്ടം ആളുകൾ പോത്തിഫറിന്റെ ഭാര്യ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ജയിലിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ, അക്കാലത്ത് പത്രം ഉണ്ടെങ്കിൽ പത്രത്തിൽ വാർത്ത വന്നു കാണും. അത് വായിക്കാൻ പറ്റുന്ന കുറെ ആളുകൾ വായിച്ചും കാണും. അപ്പൊ വലിയൊരു കൂട്ടം ആളുകൾ അപമാനിച്ചവരുണ്ട്. എന്നാൽ ഒരു ഭാഗത്ത് അപമാനിക്കുന്നവർ വർദ്ധിക്കുമ്പോഴും നമ്മളെ ഉയർത്താനായി ദൈവം വെച്ചിട്ടുള്ള വ്യക്തി അതിനും വലിയവനായിരിക്കും. ഞാൻ പറയാം, പോത്തിഫറിന്റെ ഭാര്യ അപമാനിച്ചെങ്കിലും രാജാവ് അവനെ അഭിമാനിച്ചു, അവനിൽ അഭിമാനം കൊണ്ടു. മിസ്രയീം രാജാവ് അവനെ ഓർത്ത് അഭിമാനിച്ചു. അതുകൊണ്ടാണ് അവനെ രാജാവ് കഴിഞ്ഞുള്ള അടുത്ത സ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള എത്ര അപമാന വാക്കുകൾ ആളുകൾ പറഞ്ഞു പരത്തിയാലും, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ നിങ്ങളെക്കുറിച്ച് ശിക്ഷ വിധിച്ചാലും, ആളുകൾ കാര്യങ്ങളെല്ലാം തീരുമാനാക്കി അച്ചടിച്ചാലും നിരാശപ്പെടേണ്ട. അതിലും വലിയവനെ കൊണ്ട് നിങ്ങളെ മാനിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ആരെങ്കിലുമൊക്കെ അപമാനിച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കുമെന്നോ, ഇതുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കും ജീവിതം എന്നോ ഒരിക്കലും ചിന്തിക്കരുത്. അതിലും വലിയവനെ കൊണ്ട് മാനിക്കുവാൻ ദൈവം, നീതിമാനായ ദൈവം, ഉന്നതനായ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഇനി
മനുഷ്യരാരെങ്കിലും അതിനെ, അല്ലെങ്കിൽ ഒരു രാജാവ് നിങ്ങളെ അഭിമാനിക്കാനോ നിങ്ങളെ ഉയർത്താനോ വന്നില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം തന്നെ സമയമാകുമ്പോൾ അവന്റെ വഴിയിലൂടെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. ഇത് യോസെഫിന്റെ മാത്രം അനുഭവമല്ല, ദാവീദിന്റെ അനുഭവം അത് തന്നെയായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി ചില കരുതലുകൾ വെച്ചിട്ടുണ്ട്. ദൈവമാണ് നമ്മളെ ഉയർത്തുന്നത്. ആരൊക്കെ അസൂയപ്പെട്ടാലും നിങ്ങളുടെ നന്മകളെ, നിങ്ങളുടെ ഉയർച്ചയെ തടയാൻ ആർക്കും പറ്റില്ല. നിങ്ങൾ നിരാശപ്പെടാത്തിടത്തോളം കാലം, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ്. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിങ്ങളെ നിറവേറും. ദൈവം നിങ്ങൾക്കൊരു ദർശനം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവഭയത്തിൽ തന്നെ മുൻപോട്ട് പോകുക. ദൈവം നിങ്ങൾക്കൊരു ആശയം നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവികമായ ഒരു വെളിപ്പാട് നൽകിയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി അത് വളർത്തിയെടുക്കുക. നിങ്ങളെ അപമാനിക്കാൻ 100 പേരുണ്ടെങ്കിലും 2 പേരോ 3 പേരോ മാത്രം ചിലപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ കാണുകയുള്ളൂ. അതിൽ നിന്ന് വെക്കണം. ഹല്ലേലൂയ. അപമാനിക്കുന്ന എല്ലാവരോടും മറുത്തു പറയുകയോ പ്രതികരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മനസ്സിനെ തളർത്താൻ പിശാച് ഉപയോഗിക്കുന്ന ഒരുപാട് ഏജന്റുകളാണ് അവരെല്ലാം. ആമേൻ. അതുകൊണ്ട് അവരിൽ കുറ്റം ആരോപിക്കണ്ട. ആ അപമാനങ്ങളുടെ വിസ്തൃതിയാണ് അതിലും വലിയൊരു അനുഗ്രഹത്തിന്റെ വിസ്തൃതി ദൈവം കണക്കാക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. യോസെഫിനെ അപമാനിച്ച് ഒരു ജയിലിലാക്കിയപ്പോൾ കുറെ പേരൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും, കുറെ പേര്. പക്ഷെ മന്ത്രിയാക്കിയപ്പോഴോ ഒരു രാജ്യം മുഴുവനല്ല, അനേക രാജ്യങ്ങൾ അറിയുവാനിടയായി. ആമേൻ. ഈ ദൈവം ശക്തനായ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് അപമാനത്തിന്റെ വലിപ്പം നിങ്ങൾ വലുതാണെന്ന് കാണുന്നെങ്കിൽ നിങ്ങൾ അതിനകത്ത് പ്രയാസപ്പെടാതിരിക്കാൻ ഞാൻ പറയാം. അതിലും വിസ്താരമായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന്റെ, നിങ്ങളെ മാനിക്കുന്നതിന്റെ നിങ്ങളുടെ ടെറിട്ടറി വലുതായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് അസൂയപ്പെടുന്നവരെ നോക്കണ്ട, നിരാശപ്പെടണ്ട. വലിയ ഒരുവൻ മാനിക്കുവാൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി യേശു മരണം ഏറ്റെടുക്കുക. യഹൂദന്മാരെല്ലാം അവനെ തെറ്റിദ്ധരിപ്പിക്കുകയും കോടതിയിൽ അവനെ കുറിച്ച് തെറ്റായ കള്ളസാക്ഷ്യം പറയുകയും ഒരു മരണം ശിക്ഷ തന്നെയാണ് അവർ വാങ്ങിച്ചു കൊടുത്തത്. നാടെങ്ങും നന്മയും നീതിയും ചെയ്തിട്ടും തെറ്റിദ്ധരിപ്പിച്ചു. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും ഇനി മരണശിക്ഷയ്ക്ക് വേണ്ടി അവനെ വിധിക്കുവാനിടയായി. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവമോ അവനെ ഉയർത്തി എല്ലാ നാമത്തിലും മേലായ നാമം നൽകി. അത് ഇസ്രായേലിൽ ഉള്ള ഒരു ഗവർണറുടെ പേരിന് മുകളിലോ റോമിലുള്ള ഒരു കൈസറുടെ പേരിന് മുകളിലോ അല്ല അവനെ ആക്കിയത്. സകല നാമത്തിലും, സകല സാമ്രാജ്യ ശക്തികൾക്കോ സകല ചക്രവർത്തിമാർക്കോ സകല ദേവന്മാർക്കും മീതെ അവന്റെ നാമം ഉയർത്തി. ഹല്ലേലൂയ. ആമേൻ. സ്വർലോകയുടെയും ഭൂലോകയുടെയും അധോലോകയുടെയും മുഴങ്കാലൊക്കെ യേശുവിന്റെ മുൻപിൽ മടങ്ങി. അപ്പൊ അതുകൊണ്ട് അപമാനിച്ചവര് ഒരു ദേശമാണെങ്കിൽ ദൈവം ഉയർത്തുമ്പോൾ ദേശങ്ങൾ മാനിക്കും. ഹല്ലേലൂയ. രാജ്യങ്ങൾ മാനിക്കും. ലോകം മുഴുവൻ അപമാനിച്ചാൽ സ്വർലോകവും ഭൂലോകവും അധോലോകവും കൂടെ നമ്മുടെ കാഴ്ചപ്പെട്ട് ദൈവം കൊണ്ടുവരും. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരനോട് പറയാനുള്ളത്, നിങ്ങളെ അപമാനിക്കുന്നവരുടെ ടെറിട്ടറി എത്രയുണ്ടെന്നുള്ളത് കൊണ്ട് അത് വലുതായിരിക്കാം. അത് കണ്ട് നിരാശപ്പെടരുത്. അതിലും വലുതായിരിക്കും ദൈവം നിങ്ങളെ മാനിക്കാൻ വെച്ചിരിക്കുന്ന ഏരിയ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ അനവധി പേരുടെ അസൂയയുടെ പാത്രങ്ങളായി മാറിയിട്ടുണ്ട്. കർത്താവ് നന്മ ചെയ്തിട്ടും നീതി പ്രവർത്തിച്ചിട്ടും നല്ല ആശയങ്ങൾ ഉണ്ടായിട്ടും അവർ കർത്താവെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അനേകം മുമ്പാകെ അപമാനിക്കപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളെ മാനിക്കുവാനും അനുഗ്രഹിക്കുവാനും ഉയർത്തുവാനും ഉള്ള ദൈവത്തിന്റെ കർത്താവെ അതിർത്തി അതിലും വിശാലമാണ്. യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്നവർ, സന്ദേശം കർത്താവ് കേൾക്കുന്നവർ, അവർ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത് ദൈവികമായ വലിയ വിശാലതയിലേക്ക് അവർ വരട്ടെ. ദൈവം അവരെ മാനിക്കണം. കർത്താവ് കൂടെ അത്ഭുതം ചെയ്യണം. നിരാശയുടെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. അവിടുന്ന് പുറത്തു വരട്ടെ. അവർ ജയാളികളായി ധൈര്യത്തോടെ നിൽക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗാഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.